وأطاع الرجل امرأته وعق أمه وأدنى صديقه وأقصى أباه وأطاع الرجل امرأته പുരുഷൻ തന്റെ ഭാര്യയ്ക്ക് അടിമയായി മാറുമ്പോ അത് പാടില്ല. പുരുഷൻ ഭാര്യയ്ക്ക് അടിമയല്ല, ഭാര്യയ്ക്ക് അടിമയായി കഴിയേണ്ട ആളല്ല പുരുഷൻ. അവളുമായി കൂടിയാലോചിക്കേണ്ടവനാണ്, അവളുമായി മുഷാവറ ചെയ്യേണ്ട ആളാണ്. പക്ഷെ അവൾക്ക് അടിമയായി കൂടാ. ഭാര്യ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങി, അത് സത്യമോ അസത്യമോ നോക്കാതെ. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ പുരുഷന് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് പുരുഷൻ യോഗ്യനായതുകൊണ്ടാണ് അല്ലാഹു ഇത് ചെയ്തത്. അതിലൊന്നും ഒരു ഇനീക്വാലിറ്റിയുടെ പ്രശ്നമല്ല. അത് മനുഷ്യന്റെ ഹ്യൂമൻ ബയോളജി തന്നെ അതിന് തെളിവാണ്. എങ്ങനെ ആണും പെണ്ണും ഒരുപോലെ എന്ന് പറയാൻ? ഏത് ഫെമിനിസ്റ്റുകൾ റോഡിൽ നിന്ന് ചിന്താത വിളിച്ചിട്ട് ഞങ്ങളൊക്കെ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഈക്വാലിറ്റി? മനുഷ്യന്റെ ഫിസിക്സ് അതിനെതിരാണ്. ആണിന്റെയും പെണ്ണിന്റെയും ബയോളജി അതിനെതിരാണ്. പിന്നെ എങ്ങനെ അത് പറയാ? മനുഷ്യന്റെ പുരുഷൻ അല്ലാഹു നൽകിയ അവന്റെ ഫിസിക്കലും അവന്റെ ഇമോഷനിലും അവന്റെ സൈക്കിക് ഈ വിഷയങ്ങളിലൊക്കെയുള്ള സ്ട്രെങ്ത് അത് സ്ത്രീക്ക് ലഭ്യമല്ല. എന്തുകൊണ്ട്? അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ള വൃത്തമൊന്ന് വേറെയാണ്, പുരുഷന് നൽകിയത് ഒന്ന് വേറെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرجال قوامون على النساء بما فضل الله بعضهم على بعض بما فضل الله بعضهم على بعض وبما أنفقوا. പുരുഷൻ അല്ലാഹു സ്ത്രീകളുടെ മേൽ അധികാരം നൽകിയത് ഒരു കാരണം അവൻ നിക്കാഹ് ചെയ്തത് മഹർ കൊടുത്തതിന്റെ പേരിലാണ്. സുബ്ഹാനല്ലാഹ്. സ്വർണം കൊടുത്ത് പെണ്ണിനെ സ്വീകരിക്കുന്നതാണ് ഇസ്ലാമിന്റെ നിക്കാഹ്. പെണ്ണിനോട് ചോദിച്ചു വാങ്ങലല്ല, സ്വർണം കൊടുത്ത് പെണ്ണിനെ സ്വീകരിക്കൽ. അങ്ങനെ നിക്കാഹിന് വേണ്ടി മഹർ കൊടുത്തവൻ പുരുഷനാണ്. വബിമാ അൻഫഖു, അവളുടെ താമസവും അവളുടെ ഭക്ഷണവും അവൾക്കുള്ള പാർപ്പിടവും കൊടുക്കേണ്ടത് പുരുഷന്റെ ബാധ്യതയാണ്. അതിന്റെ പേരിലും ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ, അല്ലാഹു ചിലർക്ക് ചിലരെക്കാൾ ഒരു പ്രയോറിറ്റിയും സുപ്പീരിയോറിറ്റിയും കൊടുത്തിട്ടുള്ളതിന്റെ പേരിലും പുരുഷനാണ് കൈകാര്യകർത്തൃത്വം, സ്ത്രീയുടെ കയ്യിലല്ല. അത് പെണ്ണിന്റെ കൈകളിലേക്ക് വരുമ്പോൾ ഹദീസ് വളരെ വ്യക്തമാണ്. ലൻ യുഫ്ലിഹ ഖൗമുൻ, ഒരു സമൂഹത്തിന് വിജയം വരികയില്ല. വല്ലൗ അംറഹും ഇംറഅ, അവരുടെ കാര്യം ഒരു പെണ്ണിനെ ഏൽപ്പിച്ചാൽ ആ സമൂഹത്തിന് വിജയം വരികയില്ലെന്ന് ഹദീസുണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ സഹോദരിമാർ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അല്ലാഹു നിങ്ങളെത്ര ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. ഒരു പെണ്ണും ജോലിക്ക് പോകണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങാനും ഒരു സാഹചര്യം അങ്ങനെയായി, ഭർത്താവ് പാരലൈസ് ആയിപ്പോയി, ഭർത്താവിന് ഒരു ജോലിയും എടുക്കാൻ പറ്റാതെയായിപ്പോയി, ഇങ്ങനത്തെ സാഹചര്യത്തിൽ അല്ലാഹു അനുവദിച്ച രീതിയിൽ അവൾക്ക് ജോലിക്ക് പോകാമെന്നല്ലാതെ ഭർത്താവ് വീട്ടിലിരുന്ന് ഭാര്യയോട് നീ ജോലിക്ക് പോയിട്ട് അധ്വാനിച്ചു കൊണ്ടുവാ എന്ന് പറയാൻ പുരുഷന് പാടുള്ളതല്ലെന്ന് പറയുന്ന മതം അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം മാത്രമാണ്. ഇത് പറഞ്ഞിട്ടുള്ള മതമാണ് ഇസ്ലാം. പാടില്ല. പുരുഷനാണ് അധ്വാനിക്കേണ്ടത്. ഇത് കൊള്ളാൻ പുരുഷനോടാ പറഞ്ഞത്, പെണ്ണ് പുറത്തിറങ്ങണ്ട. വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, നിങ്ങൾ ഷോപ്പിംഗ് മാളുകളിൽ കയറിയിറങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഷോപ്പുകൾ കയറി സെയിൽസ്മാൻമാരോട് ചിരിച്ചു കളിച്ച് വർത്തമാനം പറഞ്ഞ് ഷോപ്പിംഗ് നടത്തി അങ്ങാടി തെരുവുകളിൽ തിരക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല പെണ്ണെ, നിനക്കത് പാടില്ലെന്ന് പരിശുദ്ധ ഇസ്ലാം. പിന്നെ എന്തേ കൈകാര്യകർത്തൃത്വം പെണ്ണിന്റെ കയ്യിലേക്ക് വന്നത്? പ്രവാസ ജീവിതമൊക്കെ അതിനൊരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. ഗൾഫുകാർ കുറെ ഉണ്ടാകുമ്പോ അതിന്റെ ഒരു പരിണിത ഫലമാണ് ഈ ഹദീസിൽ പറഞ്ഞ സംഭവം. കുറെ കാലം ഭർത്താവ് നാട്ടിലെ, പിന്നെ ഇപ്പൊ കാര്യങ്ങൾ നടത്തൽ പെണ്ണല്ലേ, അല്ല ആണുങ്ങളില്ല, മക്കൾ 18ആയവരൊക്കെ കയറിപ്പോയി, പിന്നെ ഇവിടെ ആരും ബാക്കിയില്ല. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളുടെ കയ്യിലാണ്. പിന്നെ എങ്ങാനും ഒരു 20, 25, 30 വർഷം കഴിഞ്ഞ് വന്ന നിങ്ങളുടെ മൂലക്കെ ഇരുന്നോ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം. ഇത് പറയുന്ന പെണ്ണുങ്ങളുണ്ട്, പറഞ്ഞ പെണ്ണുങ്ങളുണ്ട്. കണ്ണൂർ ജില്ലയിൽ എനിക്കറിയുന്നൊരു സംഭവം തന്നെ ഉണ്ട്. മക്കളൊക്കെ കെട്ടിച്ചയച്ചിട്ട് മക്കൾക്ക് നല്ലൊരു പുതിയാപ്പിള്ളയും കൊടുത്തിട്ട് ഭാര്യയ്ക്ക് തോന്നി ഭർത്താവിന്റെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ ഒന്നും പോരാണ്. നമ്മൾ കാസർഗോഡ് ജില്ലയാണല്ലേ, കണ്ണൂർ ജില്ലയിലാണ് ആളുള്ളത്. പാവം പടച്ചറപ്പേ, എന്തൊരു അപായപ്പെടുത്തുന്ന സൂചനകൾ. പെണ്ണ് പറയുന്ന നാട്ടിൽ വരണ്ട. സ്വന്തം ഭാര്യയുടെ കൂടെ മക്കളും ചേർന്നു പോലെ പച്ചപ്പാവം
കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുകയാണ്. ഇന്നും അദ്ദേഹം വിദേശത്താണ്. ഭാര്യ പറങ്ങൾ ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ മരുമകനോടൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ 4ാം ക്ലാസ് വിദ്യാഭ്യാസമൊക്കെ പുറത്തിയാടും. അതുകൊണ്ട് വല്ലാതെ വർത്താനം പറയണ്ട. ആരോട്? സ്വന്തം പെണ്ണിന്റെ പുതിയാപ്പിളയോട്. ആര് പറയാ? 5ാം ക്ലാസ് പാസ്സാകാത്ത പെണ്ണ് പറയാ. സുബ്ഹാനല്ലാഹ്. പെണ്ണിന്റെ കൈകളിലേക്ക് അധികാരം വന്നു ചേർന്നപ്പോ പുരുഷന് പിന്നെ ഒന്നുമല്ലാത്തവനായി തള്ളിക്കളഞ്ഞ് നീയൊന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നടത്തിക്കൊള്ളാം, ഇത് എന്റെ ഉമ്മത്തിൽ വരാൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ ആലോചിക്കണം. ഒരു പെണ്ണ് വീട്ടിലേക്ക് കയറി വന്നതിന്റെ ശേഷം, വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം എങ്ങനെയാണ് കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നത്? ഭാര്യ പറയാണ്, നിങ്ങളുടെ ഉമ്മ മോശമാണ്, നിങ്ങളുടെ വാപ്പ മോശമാണ്, നിങ്ങളുടെ ജ്യേഷ്ഠൻ മോശമാണ്, നിങ്ങളുടെ പെങ്ങൾ കൊള്ളരുതാത്തവളാണ്, അവരോടൊന്നും നമുക്ക് സംസാരിക്കേണ്ട, മിണ്ടേണ്ട, ബന്ധം വേണ്ട, നമുക്ക് വേറെ വല്ല വാടക വീട്ടിലും പോയി താമസിക്കാം. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഈ ഭർത്താവ് തൊണ്ട തൊടാതെ വിശ്വസിക്കുകയും കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ഭാര്യയ്ക്ക് മാത്രം ചെവി കൊടുക്കുകയും ചെയ്യുന്നത്, അതാണ് ഈ ഹദീസിന്റെ സാരം. ഞാൻ എന്റെ അഭിപ്രായമല്ല പറയുന്നത്, ഹദീസ് പറയുന്നു. ഒരു പെണ്ണ് പറയുന്ന ഖൈറും ശർറും നോക്കാതെ ഭർത്താവ് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നത്. وعك أمه وأدنى صديقه وأقصى أباه. വാപ്പയെ അകറ്റി നിർത്തുകയും സുഹൃത്തുക്കളെ അടുപ്പിക്കുകയും ചെയ്തു, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുകയും ചെയ്തു. 3 കാര്യം നബി തങ്ങൾ പറഞ്ഞു. അതിന്റെ ഇടയിൽ ഒരു സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞു. സുഹൃത്തുക്കളെ അടുപ്പിച്ചു, ഉമ്മയെ വേദനിപ്പിച്ചു, വാപ്പയെ ആട്ടിയോടിച്ചു. സുഹൃത്തുക്കളെ അടുപ്പിച്ചത് മോശമായിട്ടല്ല, അത് ചെയ്ത് ഈ മനുഷ്യൻ സ്വന്തം വാപ്പയെ അകറ്റി നിർത്തി. സുബഹിസ്കാരത്തിന് പോകുന്ന ആൾക്കൂട്ടമാണ്. പൊന്തക്കാടിനുള്ളിൽ അനക്കം കണ്ടപ്പോ ടോർച്ചടിച്ചു നോക്കിയത്. നോക്കുമ്പോ കാണുന്ന വൃദ്ധനായ, എഴുന്നേൽക്കാൻ പറ്റാത്ത 80 കഴിഞ്ഞ ഒരു വൃദ്ധനായ മനുഷ്യൻ പൊന്തക്കാട്ടിൽ കിടക്കാൻ. സുബഹിക്ക് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നവർ എന്താണ് ഒരു അനക്കം കടിഞ്ഞു നോക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയ സംഭവമല്ലേ. നോക്കുമ്പോ 80 കഴിഞ്ഞ വൃദ്ധനായ മനുഷ്യനോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? തൊട്ടപ്പുറത്ത് വൃദ്ധസദനമാണ്. കണ്ണീരോടുകൂടെ എത്രമാത്രം കുഞ്ഞുപ്രായത്തിൽ സ്വന്തം മകനെ കൈപിടിച്ചു കൊണ്ടുപോയി വേണ്ട മിഠായിയും ആവശ്യമുള്ളതും വാങ്ങിച്ചു കൊടുത്ത സ്വന്തം വാപ്പയാണ്. വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോ തന്റെ വാപ്പയെ വൃദ്ധസദനത്തിന് കൊണ്ടുവന്നപ്പോ വൃദ്ധസദനത്തിന്റെ ഗേറ്റ്മാൻ രാത്രി ഉറക്കത്തിലാണ്. അത് ഉണർത്താൻ കഴിയാതെ വന്നപ്പോ രാത്രി 3 മണി നേരത്ത് തന്റെ സ്വന്തം മകൻ വാപ്പയെ വാഹനത്തിൽ നിന്ന് താഴെ ഇറക്കി ഇട്ടേച്ചു പോയ അനുഭവം നമ്മുടെ നാട്ടിൽ മുസ്ലിം കുടുംബത്തിൽ സംഭവിച്ചത് എത്രമാത്രം സങ്കടകരമാണ്. ഇതിനെക്കുറിച്ചാണ് ഹബീബ് പറയുന്നത്. വഅക്ക ഉമ്മഹു, ഉമ്മയെ വേദനിപ്പിക്കുകയും സ്വന്തം മാതാവിനെ അനുസരിക്കേണ്ടതിന്റെ, മാതാവിനെ സ്നേഹിക്കേണ്ടതിന്റെ ബാധ്യത മനസ്സിലാക്കി തരുന്ന മതം പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ഒരു മെഡിസിൻ പഠിക്കുന്നതിലും ഇത് ചർച്ചാ വിഷയമല്ല. എഞ്ചിനീയറുകാരന്റെ എഞ്ചിനീയറിംഗിൽ ഇത് വിഷയമല്ല. ഇത് ബിടെക്കിന്റെ ചർച്ചാ വിഷയമല്ല. ഇത് എയറോനോട്ടിക്കൽ പഠിക്കുന്നവന്റെ ചർച്ചാ വിഷയമല്ല. ഇത് കാറ്ററിംഗ്, ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നതിന്റെ ചർച്ചാ വിഷയമല്ല. ഇത് ഒരു മോറൽ സയൻസും പറയൂല. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ പോലെ നിന്റെ മാതാവിന്റെ കാലിന്റെ താഴെ സ്വർഗമാണെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം. സ്വർഗം കിട്ടണോ? നിന്റെ മാതാവിന്റെ ഖിദ്മത്ത് ചെയ്യും. അല്ലാഹുവിന് വേണ്ടി ഞാൻ മരിക്കാൻ പോകട്ടെയോ നബിയെ, എനിക്ക് രക്തസാക്ഷിത്വത്തിന് അനുമതി തരുമോ എന്ന് ചോദിച്ചു വന്ന ആളിനോട്, സ്വഹാബിയോട്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ. എത്ര പേർ? 2 പേരുമുണ്ട്. എന്നിട്ട് നിനക്ക് ജ്യേഷ്ഠാനുജന്മാരുണ്ടോ? ഞാനൊരു മകൻ മാത്രമുള്ളൂ. എന്നിട്ട് നിന്റെ മാതാപിതാക്കളെ വീടുകളിൽ തനിച്ചാക്കി നീ ഒറ്റയ്ക്ക് രക്തസാക്ഷിയായി പോയി സ്വർഗത്തിലെത്തുന്നതിനേക്കാൾ നിനക്ക് മഹത്വം നിന്റെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് ചെന്ന് ഖിദ്മത്ത് ചെയ്യലാണെന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിയുടെ ദീനിന് മാത്രമേ ഈ സംസ്കാരം പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് മതവിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞത്. മാതാവ് നമ്മളോട് എത്ര മോശമായി പെരുമാറിക്കോട്ടെ, മാതാവിനോട് അങ്ങോട്ട് നന്നായി പെരുമാറാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഉമ്മമാർ മക്കളോട് മോശമായിട്ട് പെരുമാറരുത്. അവരങ്ങനെ ചെയ്താൽ പോലും
നമ്മൾ അങ്ങോട്ട് നന്നായി പെരുമാറാൻ കടപ്പെട്ടവരാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹ നബിയുടെ വീട്ടിലിരിക്കുന്നു. ആയിഷ ബീവി നബിയുടെ ഭാര്യയാണ്. അസ്മാ എന്നവർ ആയിഷ ബീവിയുടെ സഹോദരിയാണ്. അവിടെ ഇരിക്കുമ്പോ അവരുടെ മാതാവ് വന്നു, ഉമ്മു റൂമാൻ. അവരെന്ന് മുസ്ലിമല്ല. ഹബീബിനോട് ചോദിച്ചു, നബിയെ, അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, എന്റെ ഉമ്മു റുമാൻ വന്നു നിൽപ്പുണ്ട് വാതിൽക്കൽ, എന്നോട് വല്ലതും ചോദിക്കാൻ വന്നതാണ്. എന്റെ ഉമ്മാക്ക് ഞാൻ മറുപടി കൊടുക്കേണ്ടതുണ്ടോ നബിയെ? അവർ മുസ്ലിമത്തല്ലല്ലോ. ശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖുർആൻ പഠിപ്പിക്കുന്നു, വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. മനുഷ്യ, നിന്റെ കാരുണ്യത്തിന്റെ താഴ്മയുടെ എളിമയുടെ ചിറകുകൾ നിന്റെ മാതാപിതാക്കൾക്ക് നീ താഴ്ത്തിക്കൊടുക്കണം. വഖുൽ, നീ പറയുകയും വേണം, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, കൊച്ചു കുഞ്ഞായിരുന്നപ്പോ, എനിക്ക് സ്വന്തമായിട്ടൊന്നിനും കഴിയാതിരുന്നപ്പോ എന്നോട് കാരുണ്യം കാണിച്ച പോലെ എന്റെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യ് റബ്ബേ എന്ന് മനുഷ്യൻ പ്രാർത്ഥിക്കണമെന്ന് ശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ അംറ വുജൂബിനാണ്, നിർബന്ധാണെന്ന് അങ്ങനെ ദുആരക്കൽ. എന്റെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യ് റബ്ബേ എന്ന്. എന്റെ കാരണം അവർ ചെറുപ്പത്തിൽ എന്നോട് റഹ്മത്ത് ചെയ്തവരാണ്.